ഓരോ ദിവസം ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരാണ്, എന്താ കുഴപ്പം? ഒരുപാട് പേര് പ്രവചനങ്ങൾ നടത്തി, കൂടുതൽ പ്രവചനങ്ങൾ നമ്മൾ തോറ്റുപോകുന്നതായി. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RJP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. എനിക്കൊരുത്തരം പേടിയില്ല. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. അത്രയും വേണോ സാർ? വേണം. പുറത്ത് തലയെ മുന്നിട്ട് നടക്കേണ്ടി വരും. ഇത് കഠിനമായ ഭരണവിരുദ്ധ വികാരമാണ്. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ധർമ്മടത്തെ മുഖ്യമന്ത്രി പിന്നിൽ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ പറഞ്ഞിരിക്കാൻ. പക്ഷെ ജനങ്ങളുടെ മനസ്സറിയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ജനങ്ങൾ ആഗ്രഹിച്ചത് 10 വർഷത്തെ ദുർഭരണത്തിന് അവസാനം കുറിക്കണമെന്ന് മാത്രമല്ല, കേരളത്തിലൊരു മാറ്റമുണ്ടാകണമെന്ന് കൂടി ജനങ്ങൾ ആഗ്രഹിച്ചു. കേരളത്തിനൊരു മാറ്റമുണ്ടാകണം. പരമ്പരാഗതമായ രീതിയിലൂടെ പോയാൽ കേരളം തകർന്നു പോകുമെന്നറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടായി. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ ഉയർന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ നമുക്ക് കഴിയണം. നമ്മൾ ഉയരുക തന്നെ ചെയ്യും. എനിക്ക് നിങ്ങളോട് നൽകാനുള്ള വാക്കതാണ്, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്ന ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന, അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണമുണ്ടാകും. ഇവിടെ കേരളത്തിന് മാറ്റമുണ്ടാകും. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും. 3 മാസം നമ്മൾ പൂർത്തിയായിട്ടില്ല. 3 മാസത്തിനകം സുപ്രധാനമായ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ 6 മാസം കഴിയുമ്പോൾ തൊട്ട് ഈ കേരളത്തിലുണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾ. കേരളത്തിനെ കുറിച്ച് ഇന്ന് കേരളത്തിന് പുറത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാടിന്റെ വികസനവും വരാനിരിക്കുന്ന തലമുറയുടെ സുരക്ഷിതത്വവുമാണ്. അതേസമയം ഈ രാജ്യത്താദ്യമായി മുതിർന്ന പൗരന്മാർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകും. അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എല്ലാം പുരോഗതി ഉണ്ടാകും. ഒരുപാട് മാറ്റം കേരളത്തിലുണ്ടാകും. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു കോൺഗ്രസുകാരനെയും ഈ സർക്കാർ സങ്കടപ്പെടുത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുക, ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ ഈ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിത സൗകര്യങ്ങളും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, ഹാർമണിയൊക്കെ ഉണ്ടായ ഒരു 10 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാൻ അത് തന്നെ കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ LDF ശക്തമായി തിരിച്ചു വരും. 1ാമത്തെ ദിവസം മുതൽ ഒരു സമരം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ ചിരിച്ചു വന്നു. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരിനെതിരായി സമരം. ആദ്യത്തെ ആഴ്ച ഇവിടെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയത് ആരാ? ഞാനാണ്. ഈ സർക്കാരാണ്. കുടിശ്ശിക വരുത്തിയവന്മാര്, 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവന്മാർ സമരം ചെയ്യാം. കുടിശ്ശിക വരുത്തിയതിനെതിരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട് നന്നായി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ പറഞ്ഞിരിക്കാൻ. ഞാൻ ഇന്നാളെ പറഞ്ഞു, ഈ CPM-കാർ ഒടുക്കത്തെ ബലം പിടിച്ചു വരുന്നു പണ്ട്. ഇപ്പൊ ഒരു തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ തമാശ ഓരോ ദിവസം തമാശയാണ്.
ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തത്. അവർ ഞാൻ പറഞ്ഞിട്ടാണെന്നോ? ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു മോദി ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. കണ്ട വഴിയെ ഞാൻ പറഞ്ഞു മോദിജി ആ പിണറായിയുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം. അപ്പൊ മോദിജി പറഞ്ഞു സതീശൻജി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ് ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തത്. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ? എൻജോയ് എൻജോയ്. എന്താ ഇവർ പറയും? പിന്നെ പറഞ്ഞു നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായി? ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റോരൊക്കെ ഇന്ത്യ മുഴുവനായിട്ട് റിമൂവ് ചെയ്യാതെ പലതും അവരുടെ പ്രശ്നങ്ങളാണ്. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസർ ഉദ്ഘാടനം ചെയ്തു. കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു കാപ്പിക്കടയല്ല. ബൈ മീ എ കോഫി എന്നുള്ളത് ഒരു കോഫിയല്ല എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കണം? ശരിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെന്റിന്റെ രജിസ്റ്ററാണ് എനിക്ക് കിട്ടിയത്. ആ കിട്ടിയ സമയത്താണ് ഞാനത് പറഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. എന്റെ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരാണ്. എന്റെ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്റെ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ പാവപ്പെട്ടവരത് തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കട ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ.